നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ 7,000-ഓളം രൂപയാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി ലഭിക്കാൻ പോകുന്നത്. വിവിധ ക്ഷേമ ആനുകൂല്യങ്ങൾ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ തുക വിതരണം ആരംഭിച്ചു. സംസ്ഥാനത്തെ 10 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമാണ് ഈ ഒരു തുക എത്തിയിട്ടുള്ളത്. എന്നാൽ നിരവധി അപേക്ഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള കാരണമുണ്ട്. അപേക്ഷ സമർപ്പിച്ചിട്ടും ഈ ഒരു തുക ലഭിച്ചില്ല എങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു തുക മുടങ്ങിയത് എന്നുള്ളൊരു കാര്യം അങ്ങനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ ചെന്ന് ഈ ഒരു സ്റ്റാറ്റസ് പരിശോധിക്കുക. അല്ലെങ്കിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള സെന്റർ ഏതാണോ ആ സെന്ററിൽ ചെന്നോ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ആധാറിലെ തെറ്റായ വിവരങ്ങൾ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലെ തെറ്റായ വിവരം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിലെ വ്യത്യാസങ്ങൾ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടൊക്കെ പല ഗുണഭോക്താക്കൾക്കും ഈ ഒരു തുക ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ തീർച്ചയായും അപേക്ഷ സമർപ്പിച്ചവരെല്ലാവരും തന്നെ ഈ ഒരു സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നന്നായിരിക്കും. വരും മാസങ്ങളിലും ഈ ഒരു തുക വിതരണം ഉണ്ടാകും. അപ്പോൾ ഇനിയുള്ളതെങ്കിലും തടസ്സം കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കൃത്യമായി പരിശോധന നടത്തി ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തി റീസബ്മിറ്റ് ചെയ്യണം. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കണക്ട് ടു വർക്ക് പദ്ധതി പ്രകാരമുള്ള 1000 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 2 പേർക്ക് വരെ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് ഈ ഒരു തുക നേടിയെടുക്കാവുന്നതാണ്. അതായത് ഒരു കുടുംബത്തിൽ 2000 രൂപ വരെയൊക്കെ ഈ ഒരു കണക്ട് ടു വർക്ക് പദ്ധതി പ്രകാരം തുക ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം 20-ാം തീയതിക്ക് ശേഷം ആരംഭിക്കും. 2000 രൂപ വീതമാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത് ഗഡു വിതരണം ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാവും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. 4 മാസത്തെ ഇടവേളകളിലായി 2000 രൂപ വെച്ച് ഒരു വർഷത്തിൽ 6000 രൂപ വിതരണം ചെയ്യുന്ന ഈ ഒരു പദ്ധതിയുടെ 44,000 രൂപയിലേക്ക് എത്തുന്ന തുകയാണ് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോകുന്നത്. മുൻ മാസങ്ങളിലെ ഗഡു മുടങ്ങിപ്പോയിട്ടുള്ള ഗുണഭോക്താക്കളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കണം. അക്ഷയ കേന്ദ്രങ്ങൾ വഴി പരിശോധിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃഷിഭവൻ മുഖേനയും ഇതിൻ്റെ തടസ്സം എന്താണെന്ന് പരിശോധിച്ച് മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്താൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ വരുന്ന ഗഡു ഇനി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയുള്ളൂ. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.